കാലവർഷത്തിന് മുന്നോടിയായി നഗരസഭാ പരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായി വിപുലമായ പദ്ധതികൾ തയ്യാറായി. പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ പ്രധാന വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണുന്നതിനായി വലിയ കാനകളിലെ തടസ്സങ്ങൾ ഇതിനകം തന്നെ JCB, ഹിറ്റാച്ചി എന്നിവ ഉപയോഗിച്ച് നീക്കം ചെയ്തു കഴിഞ്ഞു. വാർഡുകളിലെ ചെറിയ കാനകളിലെ ശുചീകരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. കൂടാതെ നഗരസഭ ഹെൽത്ത് വിഭാഗം തൊഴിലാളികൾക്ക് കാനകൾ വൃത്തിയാക്കുന്നതിനും പുല്ല് വെട്ടിത്തെളിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ്. ശുചീകരണത്തോടൊപ്പം തന്നെ സ്വച്ഛ് സർവേഷൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും സജീവമായി നടക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണവും ശക്തമാക്കും. പകർച്ചവ്യാധികൾ തടയുന്നതിനായി വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. വാർഡ് തല സമിതികൾ വിളിച്ചു ചേർത്ത് മെയ് 8-നകം പ്രവർത്തനങ്ങളിലെ കൃത്യമായ പ്ലാൻ തയ്യാറാക്കും. തുടർന്ന് മെയ് 15-ന് മുൻപായി എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ശില്പശാലയിൽ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നിഷ സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, വിൻസി മോൺസി, ആർഷ ജിജു എന്നിവർ സംസാരിച്ചു. കൗൺസിൽ കക്ഷി നേതാക്കളായ സോമൻ ചെറുകുന്ന്, ആവേൻ ശ്രീജിത്ത്, നഗരസഭാ സെക്രട്ടറി KK മനോജ്, താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് മണികണ്ഠൻ, ട്വിൻ സിറ്റി മാനേജർ ഇൻചാർജ് രഞ്ജിത്ത് എന്നിവരും കൗൺസിലർമാർ, ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.